ഇസ്രായേൽ ചരിത്രം അധ്യായം 4 വാഗ്ദത്തത്തിൻ പടിവാതുക്കൽ. 1948 മെയ് 15. രാത്രി ഇനിയും പൂർണ്ണമായി അവസാനിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യപ്രഖ്യാപനത്തിൻ്റെ മഷി ഉണങ്ങുന്നതിനു മുമ്പ് ആകാശം യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ കൊണ്ട് വിറച്ചു. ടെൽ-അവീവിലെ തെരുവുകളിൽ ഇന്നലെ വരെ നൃത്തം ചെയ്തിരുന്ന ജനങ്ങൾ ഇന്ന് മണൽ ചാക്കുകൾക്ക് പിന്നിൽ അഭയം തേടുകയാണ്. ഒരു കൈയിൽ പുതുതായി ഉയർത്തിയ നീലയും വെള്ളയും പതാക, മറ്റേ കൈയിൽ പഴകിയ തോക്ക്. ഒരു വശത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ കണ്ണുനീർ, മറുവശത്ത് മരണത്തിൻ്റെ നിഴൽ. പിറന്നു വീണ ശിശുവിനെ തൊട്ടിലിൽ കിടക്കാൻ പോലും അനുവദിക്കാതെ ശത്രുക്കൾ അവൻ്റെ കഴുത്ത് ഞെരിക്കാനെത്തിയതുപോലെയായിരുന്നു ആ കാഴ്ച. ഈജിപ്തിൻ്റെ സൈന്യം തെക്ക് നിന്ന് മുന്നേറി. ജോർദാൻ്റെ അറബ് ലീജിയൻ കിഴക്ക് നിന്ന് നീങ്ങി. സിറിയയും ലെബനനും വടക്ക് നിന്ന് അതിർത്തി കടന്നു. ഇറാഖിൻ്റെ സൈനിക വാഹനങ്ങൾ മരുഭൂമിയെ പൊടിപടലമാക്കി. ലോകം ശ്വാസമടക്കി പിടിച്ച് നോക്കി നിന്നു. ഇസ്രായേൽ ജനിച്ച ദിവസം തന്നെ മരിക്കുമോ? ആ തിരക്കിനിടയിൽ 80കൾ പിന്നിട്ട ഏലിയാഹു ഒരു തകർന്ന കൽമതിൽ ചാരി നിന്നു. അവൻ്റെ ചുളിവുകൾ നിറഞ്ഞ വിരലുകൾ ആ മണ്ണിനെ മെല്ലെ തഴുകി. അത് വെറും മണ്ണായിരുന്നില്ല. അബ്രഹാം നടന്ന മണ്ണ്, യോശുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണ്, ദാവീദിൻ്റെ കണ്ണുനീർ വീണ മണ്ണ്, പ്രവാചകന്മാരുടെ രക്തം നനഞ്ഞ മണ്ണ്, 2000 വർഷമായി തൻ്റെ മക്കളെ കാത്തിരുന്ന മണ്ണ്. അവൻ കണ്ണുകളടച്ചു. യുദ്ധവിമാനങ്ങളുടെ ശബ്ദം മെല്ലെ അകന്നു. അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ശബ്ദമുയർന്നു. ചെങ്കടലിൻ്റെ തിരമാലകൾ പിളരുന്ന ശബ്ദം. 400-ലധികം വർഷം ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ ഇരുമ്പ് ചങ്ങലകളിൽ കിടന്ന ഒരു ജനതയുടെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നു. അവർക്ക് നഷ്ടപ്പെട്ടത് സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല. അവരുടെ വ്യക്തിത്വവും പ്രത്യാശയും ഭാവിയും എല്ലാം അടിമത്തത്തിൻ്റെ ചൂളയിൽ ഉരുകിപ്പോയിരുന്നു. എന്നാൽ ദൈവം തൻ്റെ ഉടമ്പടി മറന്നില്ല. അബ്രഹാമിനോട് പറഞ്ഞ വാക്കുകൾ ഇന്നും ജീവനോടെയുണ്ടായിരുന്നു. ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശം നിന്റെ സന്തതിക്ക് കൊടുക്കും. ആ വാഗ്ദത്തം നിറവേറ്റാനുള്ള സമയം വന്നിരുന്നു. നൈൽ നദിയുടെ സാമ്രാജ്യത്തെ വിറപ്പിച്ച 10 ബാധകൾ, ഫറവോൻ്റെ അഹങ്കാരം തകർത്ത ഒരു രാത്രി, ചെങ്കടലിനെ 2ആയി വിഭജിച്ച അദൃശ്യ കരം. ഇവ ചരിത്രത്തിലെ അത്ഭുതങ്ങൾ മാത്രമായിരുന്നില്ല. ഒരു ജനതയെ വാഗ്ദത്ത ദേശത്തേക്ക് നയിച്ച ദൈവത്തിൻ്റെ കാൽപ്പാടുകളായിരുന്നു. എന്നാൽ കനാൻ ഒരു സമ്മാനം മാത്രമായിരുന്നില്ല. അത് വിശ്വാസത്തിൻ്റെ പരീക്ഷണ വേദിയായിരുന്നു. മരുഭൂമിയിലെ ഓരോ മണൽത്തരിയും അവരെ പഠിപ്പിച്ചു. ദൈവത്തെ വിശ്വസിക്കാതെ വാഗ്ദത്തം അനുഭവിക്കാനാവില്ല. വിശപ്പിൽ മന്ന, ദാഹത്തിൽ പാറയിൽ നിന്ന് വെള്ളം, പകൽ മേഘസ്തംഭം, രാത്രിയിൽ അഗ്നിസ്തംഭം. ദൈവം ഓരോ ദിവസവും അവരോടൊപ്പം നടന്നു. എന്നിട്ടും അവിശ്വാസം ഒരു തലമുറയെ മരുഭൂമിയിലെ ശവക്കല്ലറകളാക്കി മാറ്റി. മോശ നെബോ മലമുകളിൽ നിന്ന് കനാൻ നോക്കിക്കണ്ടു. അവൻ്റെ കണ്ണുകളിൽ സന്തോഷവും വേദനയും ഒരുമിച്ചുണ്ടായിരുന്നു. അവൻ ദേശം കണ്ടു, എന്നാൽ ദേശത്ത് പ്രവേശിച്ചില്ല. ചരിത്രത്തിൻ്റെ ചുമതല യോശുവ ഏറ്റെടുത്തു.